വന്യജീവി ആക്രമണത്തിൽ വിവാദ പരാമർശവുമായി മന്ത്രി എ.കെ. ശശീന്ദ്രൻ. വന്യജീവി ആക്രമണത്തിന് എന്ത് ശാശ്വത പരിഹാരമാണുള്ളതെന്ന് മന്ത്രി ചോദിച്ചു. കേരളത്തിൽ ഇനിയൊരു വാഹന അപകട മരണമോ ആത്മഹത്യ ഉണ്ടാകില്ല എന്ന് ആർക്കെങ്കിലും ഉറപ്പിച്ച് പറയാൻ കഴിയുമോ എന്നും മന്ത്രി ഇന്ന് വാർത്താലേഖകരോട് ചോദിച്ചു. ഒരു മന്ത്രി രാജിവെച്ചാൽ എൻ്റെ ഈ വകുപ്പ് പോട്ടെ, രാജിവെച്ചാൽ ഉയർന്നു വന്ന പ്രശ്നം തീർന്നോ? രാജി പ്രശ്നപരിഹാരമല്ല. രാജിവെക്കുക എന്നത് ഞങ്ങൾ ഉൾപ്പെടെ രാഷ്ട്രീയ ആവശ്യം ഉന്നയിക്കുന്നവരാണ്. ആ രാഷ്ട്രീയ ആവശ്യത്തിന് അംഗീകരിക്കേണ്ടതുള്ളതില്ല. എന്താണ് ഇപ്പം ഞാൻ വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, ഇതിൻ്റെ ശാശ്വത പരിഹാരം എന്താ? ഒരു നിർദ്ദേശം പറയാം, ഏത് നിർദ്ദേശം പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കാം. ഒരു സാധാരണ പൗരന് വനത്തുള്ളിൽ കടക്കാൻ അനുവാദമുണ്ടോ ഇല്ലയോ? ഇപ്പോഴത്തെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു മാധ്യമ പ്രവർത്തകന് അനുവാദമില്ലാതെ കാട്ടിൽ പോകാൻ സാധിക്കുമോ? ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്ക് ഒഴികെ മറ്റാർക്കെങ്കിലും മന്ത്രി എ.കെ. ശശീന്ദ്രന് പോകാൻ അനുവാദമുണ്ടോ? വനമന്ത്രി രാജിവെക്കണമെന്ന താമരശ്ശേരി ബിഷപ്പിന്റെ പ്രസ്താവനയ്ക്കെതിരെ മന്ത്രി എ.കെ. ശശീന്ദ്രൻ രാജിവെക്കണമെന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. ബിഷപ്പുമാർ നല്ല രീതിയിൽ സംസാരിക്കുന്നവരാണെന്നായിരുന്നു ഞാൻ ധരിച്ചതെന്നും മന്ത്രി ശശീന്ദ്രൻ പറഞ്ഞു. ബിഷപ്പുമാരോട് എനിക്ക് വളരെ ബഹുമാനമാണ്. അവർ ഏറ്റവും സൗമ്യമായ ഭാഷയിൽ സംസാരിക്കുന്നവരാണ്, ആശ്വസിപ്പിക്കുന്ന ആൾക്കാരാണ്, അതിനുവേണ്ടി പ്രത്യേകമായി പരിശീലനം ലഭിച്ച സിദ്ധിയുള്ള ആളുകളാണെന്നൊക്കെയാണ് ഞാൻ പഠിച്ചു വച്ചിട്ടുള്ളത്. ചില ഘട്ടങ്ങളിലൊക്കെ അത് അങ്ങനെയാണോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അങ്ങനെ തോന്നിക്കുന്നത് ദോഷം. സാധാരണ പൗരന്മാരുടെ കൂട്ടത്തിൽ ഞാൻ ഈ ബഹുമാന്യരായ മതമേലധ്യക്ഷന്മാരെ പെടുത്തുന്നില്ല. അവർക്ക് അത് കുറച്ചും കൂടി ഉപരിയായ ഒരു സമീപനം സ്വീകരിക്കുന്നവരാണെന്നാണ് ഞാൻ പഠിച്ചു വച്ചിട്ടുള്ളത്. ആ പഠിച്ചു വെച്ചത് തെറ്റിപ്പോകരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സിനോടാണോ മന്ത്രി ചോദിച്ചത് 24 ഒരുപാട് കാലം ഉണ്ടാകുമോ എന്ന്? പറയൂ അലക്സ്. ഗുഡ് മോർണിംഗ്. തീർച്ചയായും. അതായത് സംസ്ഥാനത്ത് നിലവിലുള്ള ഈ വന്യജീവി സംഘർഷത്തിന്റെ ഒരു പശ്ചാത്തലം, ഒപ്പം വലിയ പ്രതിഷേധം സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങൾ, പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെ വലിയ പ്രതിഷേധം ഉയരുന്നു. നമ്മൾ മന്ത്രിയോട് ആവർത്തിച്ച് ചോദിക്കുകയായിരുന്നു. കാരണം സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ വനം വകുപ്പിന് വേണ്ടി വിലയിരുത്തിയ ബജറ്റിൽ 65% തുക മാത്രമാണല്ലോ വിലയിരുത്തിയത്, അല്ലെങ്കിൽ അത് ചെലവഴിച്ചത് എന്ന ചോദ്യത്തിന് മന്ത്രി മറുപടി പറഞ്ഞു തുടങ്ങിയതാണ്. തുടർന്ന് വിശദമായി തന്നെ മന്ത്രി സംസാരിച്ചു. അതിനൊടുവിലാണ് ഈ രാജി ആവശ്യം, അതായത് ഈ കാട്ടാന ആക്രമണം ഇങ്ങനെ തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ രാജി ഈ താമരശ്ശേരി ബിഷപ്പടക്കം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. പ്രതിപക്ഷം പോലും അത് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അക്കാര്യം ചോദിച്ചപ്പോൾ മന്ത്രി പറഞ്ഞത് രാജി വെച്ചതുകൊണ്ട് അതൊരു പരിഹാരമാകുമോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അത് മാത്രമല്ല, സംസ്ഥാനത്തെ വനം വന്യജീവി ആക്രമണങ്ങൾക്ക് ആ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരമില്ല. പക്ഷേ നിലവിലുള്ള സംവിധാനം ഉപയോഗിച്ച് പരമാവധി ആ പ്രശ്നം കുറയ്ക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് മന്ത്രി പറയുന്നത്. പരമാവധി പരിഹരിക്കാനാണ് അദ്ദേഹം ആ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. ലഘൂകരിക്കാനല്ല, പരമാവധി പരിഹരിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്, വനം വകുപ്പ് നടത്തുന്നത്. ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ശാശ്വത നടപടിക്കുള്ള നിർദ്ദേശം തരികയാണെങ്കിൽ അത് താൻ സ്വീകരിക്കാമെന്ന് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, കേന്ദ്ര വന നിയമത്തിന് അടിസ്ഥാനപ്പെടുത്തിയാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നത്. പലവട്ടം താൻ കേന്ദ്രമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് കണ്ടതാണ്. കേന്ദ്ര വന നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. അതിൽ ഇനി നിയമപരമായി എന്തെങ്കിലും മുന്നോട്ട് പോകണം, സുപ്രീം കോടതിയെ സമീപിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതിനുശേഷമാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ വിവാദ പരാമർശം നിയമസഭയിൽ അദ്ദേഹം നടത്തിയത്. ഈ വനമേഖലയിൽ ആദിവാസി വിഭാഗത്തിലല്ലാത്തവർ കടന്നു ചെല്ലുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ആ ഒരു തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പരാമർശം ഉണ്ടായിരുന്നു. അതിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം ആ മറുപടിയിൽ, അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത്, അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന മറുപടിയാണ് അദ്ദേഹം ഇന്ന് വീണ്ടും ആവർത്തിച്ചത്. ഇത്തരത്തിൽ കേരളത്തിൽ ഇനി ഒരു വാഹന അപകട മരണമോ ആത്മഹത്യയോ ഉണ്ടാകില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കും, ഒരു ശാശ്വത പരിഹാരം ഇക്കാര്യത്തിലില്ല. വനവാസികളല്ലാത്തവർ എന്തിനാണ് വനത്തിൽ പ്രവേശിക്കുന്നതെന്ന് അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. വനാതിർത്തിയുള്ളവർ വനത്തിൽ പ്രവേശിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ ആത്മഹത്യ ഉണ്ടാകുമോ, അതല്ലെങ്കിൽ അപകടമരണം ഉണ്ടാകുമോ, പ്രകൃതി ദുരന്തം ഉണ്ടാകുമോ എന്ന് പറയാൻ സാധിക്കുമോ? നിങ്ങൾ, അതായത് എന്നെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം വ്യക്തമാക്കിയത്, നിങ്ങൾ നാളെ ഇനി 24-ൽ തന്നെ ഉണ്ടാകുമോ എന്നടക്കമാണ് അദ്ദേഹം ചോദിച്ചതിന് മറുപടി പറയാൻ ശ്രമിച്ചത്. എന്താണെങ്കിൽ ഈ വിഷയം വലിയ വിവാദമായി മാറിയിട്ടുള്ളത്, പ്രതിപക്ഷം അത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ്, എന്തായാലും കുറേ കാലം താങ്കൾ 24 തന്നെ തുടരുക എന്നാണ് എനിക്ക് പറയാനുള്ളത്.